നമുക്ക് സിമ്പിളായിട്ടൊരു കറി ഉണ്ടാക്കിയെടുക്കാം. പപ്പടം കൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ കറി ഉണ്ടാക്കിയെടുക്കുന്നത്. രാത്രി എടുത്ത വീഡിയോ ആയതുകൊണ്ട് തന്നെ കുറച്ച് ക്ലാരിറ്റി കുറവായിരിക്കും. കഴിഞ്ഞ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഫിദ, ഹഫീസ, ഫെൻസ എന്നീ പേരുകൾ പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു. 3 പേർക്കും എൻ്റെ വക ഒരു ഹായ്. അടുത്ത വീഡിയോയിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറയാൻ വേണ്ടിയിട്ട് മറക്കണ്ട. നമ്മുടെ കറി ഉണ്ടാക്കുന്നതിനായിട്ട് പപ്പടമാണ് മെയിനായിട്ട് ആവശ്യം. പകുതിയോളം ആൾക്കാർക്കെല്ലാം അറിയാവുന്ന ഒരു കറി തന്നെയാണ് ഇതെന്ന് വിചാരിക്കുന്നത്. എന്തായാലും അറിയാത്തവരുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിലോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമ്മുടെ പപ്പടം ഒന്ന് നീളത്തിലാക്കിയിട്ട് മുറിച്ചെടുക്കുക ഫസ്റ്റ്. അതിനുശേഷം എണ്ണയിലിട്ടൊന്ന് പൊരിച്ചൊന്ന് മാറ്റി വയ്ക്കാവുന്നതാണ്. അതിനുശേഷം അതേ എണ്ണയിൽ തന്നെ കുറച്ച് കടുക് പൊട്ടിച്ച് സവാള ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴണ്ടി വരുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു 2 പച്ചമുളക് ചീന്തിയിട്ട് ഇട്ട് കൊടുക്കണം. നന്നായിട്ട് വഴണ്ടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് റെഡി ആയതിനു ശേഷം ഇനി നമുക്ക് അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ പൊടികളും ഇട്ട് കൊടുക്കാം. എൻ്റെ മടി കാരണം ഞാൻ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇതിലൊക്കെ ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 1.5 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു 5 മിനിറ്റ് നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡിയായി. ചോറിൻ്റെ കൂടെ കഴിക്കാനും അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ മറക്കണ്ട. ഇതാണ് എൻ്റെ രാത്രിയത്തെ ഫുഡ്. അപ്പോൾ അത്രയുള്ള ചാറ്റാ, ഞാൻ പോയി കഴിക്കട്ടെ.